കർക്കിടകത്തിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള കഞ്ഞിയും നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇപ്പോൾ വീട്ടിൽ കഞ്ഞി ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് മാർക്കറ്റിൽ നിന്ന് അതിൻ്റെ പൊടിയൊക്കെ മേടിച്ചിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പൊടിയും മേടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് മാർക്കറ്റിൽ കഞ്ഞി തന്നെയായിട്ടും പല സംഘടനകളും പല സ്ഥാപനങ്ങളും നൽകുന്നുണ്ട്. അതും ഉപയോഗിക്കാം. പക്ഷേ ശുദ്ധമായ കഞ്ഞി നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. അതിന് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം ചുക്ക്, കുരുമുളക്, തിപ്പലി, ജീരകം, കരിഞ്ചീരകം, അയമോദകം. ഒന്നും കൂടി പറയാം: ചുക്ക്, കുരുമുളക്, തിപ്പലി, ജീരകം, കരിഞ്ചീരകം, അയമോദകം. ഇത് സമം അളവിലെടുത്ത് പൊടിയാക്കുക. ഈ പൊടി 10 ഗ്രാം എടുത്തിട്ട് അതിൽ 500 ml നാളികേരപ്പാൽ അല്ലെങ്കിൽ പശുവും പാലും ചേർത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് കലക്കി വയ്ക്കുക. അതിലേക്ക് ഒരു 1 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിക്കുക. എന്നിട്ട് തിളപ്പിച്ച് നമ്മൾ കഞ്ഞി പാകമാകുമ്പോൾ എടുത്ത് ഈ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് ഉള്ളിയും ചേർത്ത് താളിച്ച് ഉപ്പ് ചേർക്കേണ്ടവർക്ക് ഉപ്പ് ചേർക്കാം, അല്ലാത്തവർക്ക് ഉപ്പ് ചേർക്കാതെയും കഴിക്കാം. അതിൽ അരി ചേർക്കണം. അരിയുടെ കാര്യം പ്രത്യേകം പറയുകയാണെങ്കിൽ നമുക്ക് നവരരി, പുഴുങ്ങലരി, ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊരു 80 ഗ്രാം അരി ഇതിൽ ചേർക്കണം.